രാഹുലിനെ അല്പസമയത്തിനുള്ളിൽ SIT സംഘാംഗങ്ങൾ കൂടി ഉൾപ്പെടെ പോലീസ് സംഘാംഗങ്ങൾ പുറത്തേക്ക് ഇറക്കും. നേരെ പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിന്റെ സൂചനകളാണ് ലഭ്യമാകുന്നത്. 7 ദിവസത്തെ കസ്റ്റഡിയാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടത്. 3 ദിവസം മാത്രമാണ് കോടതി അനുവദിച്ചിട്ടുള്ളത്. ഡിജിറ്റൽ തെളിവുകൾ അടക്കം ശേഖരിക്കേണ്ടതുണ്ട്, വിശദമായ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. മറ്റൊന്ന്, സംഭവം നടന്നതായി പറയപ്പെടുന്ന തിരുവല്ലയിലെ ക്ലബ് 7 ഹോട്ടൽ മുറിയിലെത്തിച്ചുള്ള തെളിവെടുപ്പ് കൂടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അന്വേഷണ സംഘം കോടതിയെ സമീപിച്ചത്. എന്നാൽ ഇതിനെതിരായുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു പ്രതിഭാഗം. പക്ഷേ അതിനെ പരിപൂർണമായി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് 3 ദിവസത്തെ കസ്റ്റഡി അനുവദിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിന് അനുകൂലമായി കോടതി തീരുമാനം എടുത്തിട്ടുള്ളത്. ഇത് നേരത്തെ തന്നെ പ്രതീക്ഷിക്കപ്പെട്ടതാണ്. പക്ഷേ 7 ദിവസം ആവശ്യപ്പെടുമ്പോൾ എത്ര ദിവസം കോടതി നൽകും എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട സംശയമായി ഉയർന്നു വന്നത്. ഈ ഘട്ടത്തിൽ നമ്മൾ രാവിലെ സൂചിപ്പിച്ചതുപോലെ തന്നെ അറസ്റ്റ് മെമ്മോയിൽ അടക്കം പ്രതി ഒപ്പിട്ടില്ല എന്നുള്ള വിഷയം കോടതി പ്രതിഭാഗത്തെ അറിയിച്ചു. അത് കേവലം ഒരു ഒപ്പിടിയിൽ മാത്രമല്ല, അന്വേഷണത്തോടുള്ള നിസ്സഹകരണമായി കണക്കാക്കേണ്ടതുണ്ട് എന്ന് ജഡ്ജി തന്നെ പ്രതിഭാഗത്തോട് പറഞ്ഞ സാഹചര്യമുണ്ടായി. വാദമുഖങ്ങൾ ഉന്നയിക്കുന്നതിനോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ പ്രതിയെ കസ്റ്റഡിയിൽ വിടണമെന്നുള്ള അന്വേഷണ സംഘത്തിൻ്റെ താല്പര്യത്തോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കോടതി ആരാഞ്ഞപ്പോൾ ഈ കസ്റ്റഡിയും അതോടൊപ്പം തന്നെ അറസ്റ്റ് അടക്കമുള്ള നടപടികൾ തന്നെ നിയമവിരുദ്ധമാണ്, അപ്പോൾ പിന്നെ ഈ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല എന്നുള്ള മറുവാദമാണ് പ്രതിഭാഗം ഉന്നയിച്ചത്. ഈ കേസ് പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്നും അതോടൊപ്പം തന്നെ വെൽ കുക്ക്ഡായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് എന്നും പ്രതിഭാഗം വാദവേളയിൽ പറയുന്ന സ്ഥിതിയുണ്ടായി. മൊബൈൽ ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. പരാതിക്കാരിയുടെ മൊഴി ഉപയോഗിച്ചുകൊണ്ടാണ് രേഖപ്പെടുത്തിയത്. ആ ഘട്ടത്തിൽ ഒന്നും തന്നെ പ്രതിയുടെ അറസ്റ്റ് വരെയുള്ള നടപടികൾ ഉണ്ടായെങ്കിൽ പോലും പരാതിക്കാരിയുടെ വൈദ്യപരിശോധന പൂർത്തിയാക്കിയിട്ടില്ല. അത് വളരെ നിർണായകമായിരുന്നു. അതിലേക്ക് കടക്കാതെയാണ് വളരെ തിടുക്കപ്പെട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതിയെ ഹോട്ടൽ മുറിയിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയത്. ചുരുക്കത്തിൽ കേസുമായി ബന്ധപ്പെട്ട് മുൻ സുപ്രീം കോടതിയിലെ ചില കേസുകളുടെ വിശദാംശങ്ങൾ കൂടി ഈ സമയം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പ്രതിഭാഗം കോടതിയിൽ വാദമുഖങ്ങൾ ഉന്നയിച്ചത്. പക്ഷേ അത് പരിപൂർണമായി അവഗണിച്ചുകൊണ്ട് പ്രതിയെ 3 ദിവസത്തേക്ക് അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് പ്രതിയുമായുള്ള അന്വേഷണ സംഘത്തിന്റെ യാത്രയാണ്. അതിനു മുൻപായി കോടതിയുടെ പുറത്തേക്ക് എത്തുമ്പോൾ വലിയ തോതിലുള്ള പ്രതിഷേധം അഭിമുഖീകരിക്കേണ്ടി വരും. വലിയ രീതിയിലുള്ള പ്രതിഷേധം കോടതിക്ക് മുന്നിൽ, കോടതി പരിസരത്ത് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ന് മാത്രമല്ല, ഇന്നിപ്പോൾ കോടതിക്ക് പുറത്തേക്ക് ഇറക്കുമ്പോൾ മാത്രമല്ല, പാലക്കാട് MLA സംബന്ധിച്ച് ഇനി തല കുനിച്ച് നടക്കേണ്ട ദിവസങ്ങൾ തന്നെയാണ്. ഇനിയും ഒരുപക്ഷെ ചിരിച്ചു നടക്കുമായിരിക്കും. ആ ധാർഷ്ട്യത്തിന്റെ മുഖം തന്നെയായിരിക്കും കാണാനുണ്ടാവുക. പക്ഷേ ഇവിടെ സ്ഥിതി മാറുകയാണ്. ആദ്യത്തെ കേസിൽ അറസ്റ്റ് തടഞ്ഞിരുന്നു, 2ാമത്തെ കേസിൽ ജാമ്യം ലഭിച്ചിരുന്നു. പക്ഷേ 3ാമത്തെ കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിലേക്ക് പോവുകയാണ്. അപ്പോൾ കസ്റ്റഡിയിൽ പോയി കഴിഞ്ഞാൽ ഇനി തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട്. തെളിവുകൾ ശേഖരിക്കണമെങ്കിൽ പരാതിക്കാരി പറഞ്ഞ ഓരോ കാര്യങ്ങളിലും പോയി തെളിവെടുക്കണം. അങ്ങനെയാണെങ്കിൽ പരാതിക്കാരി പറഞ്ഞത് 2024 ഏപ്രിൽ 8-ാം തീയതി തിരുവല്ലയിലെ ഹോട്ടലിൽ രാഹുൽ പറഞ്ഞതനുസരിച്ച് ആ പരാതിക്കാരി മുറിയെടുക്കുന്നു. അവിടേക്ക് രാഹുൽ വരുന്നു. അതിക്രൂരമായി തന്നെ പീഡിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് ആ യുവതിയുടെ പരാതി. ആ യുവതി പറഞ്ഞ ഓരോ കാര്യങ്ങളും തീയതി വെച്ചാണ് കാര്യങ്ങൾ പറഞ്ഞത്. രാഹുലിന്റെ സുഹൃത്തുക്കളുടെ പേരുകൾ എല്ലാം കൃത്യമായ പരാതിയിലുണ്ട്, FIR-ലുണ്ട്. അപ്പോൾ ആ FIR-ൽ ആ മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിലെ വസ്തുത ഉറപ്പാക്കേണ്ടതുണ്ട്. അതായത് തെളിവെടുപ്പ് നടത്തണം. പ്രതി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കേരളത്തിലെ ഒരു MLA ആണ് രാഹുൽ നിലവിൽ. അപ്പോൾ MLA കൊണ്ട് ഒരു പീഡന പരാതിയിൽ കേരള പോലീസ് തെളിവെടുപ്പിന് ഒരുങ്ങുകയാണ്. ഇത് കേരളം കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥിതി വിശേഷമാണ് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച്. എന്നാലും ഇനി ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ തിരുവല്ല കോടതിയിൽ നിന്ന് രാഹുലിനെ പുറത്തേക്ക് ഇറക്കും. അത് കഴിഞ്ഞ് എങ്ങനെയായിരിക്കും പ്രതിഷേധം? നേരത്തെ ചീമുട്ടയേറ്, അത് കഴിഞ്ഞ് DYFIയുടെ വക കാട്ടുകോഴി പ്ലക്കാർഡുകൾ, അങ്ങനെ ഒരു ഭാഗത്ത് പാലക്കാടാണെങ്കിൽ നമ്പർ 1 കോഴി എന്ന ട്രോഫിയൊക്കെ പാലക്കാട് BJP രാഹുലിന്റെ MLA ഓഫീസിന് മുന്നിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. രാഹുലിനെ തെളിവെടുക്കാൻ കൊണ്ടുപോകുന്ന എല്ലാ ഇടങ്ങളിലും ഇതേ പ്രതിഷേധം എന്തായാലും വരുന്ന 3 ദിവസങ്ങളിൽ കാണാൻ കഴിയുമെന്ന കാര്യം ഉറപ്പാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. രാഹുലിന്റെ ജാമ്യാപേക്ഷ ഈ 3 ദിവസം കഴിഞ്ഞ് 16-ാം തീയതി, അതായത് വെള്ളിയാഴ്ചയായിരിക്കും ഇനി കോടതി പരിഗണിക്കുക. തെളിവെടുപ്പിൽ ഒരുങ്ങുകയാണ് SIT-യെ സംബന്ധിച്ച് ഇത് വളരെ നിർണായകമാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഈ 3 ദിവസങ്ങൾ പരമാവധി തെളിവുകൾ ശേഖരിച്ച് ആ പെൺകുട്ടി ഓഡിയോ ക്ലിപ്പുകൾ കൈമാറിയിട്ടുണ്ട്. വാട്സപ്പ് ചാറ്റുകൾ, ടെലിഗ്രാം ചാറ്റുകൾ അതെല്ലാം കൈമാറിയിട്ടുണ്ട്. ഹോട്ടലിന്റെ മുറി അടക്കമുള്ള എല്ലാ വിവരങ്ങളും വിദേശത്തുള്ള യുവതി വീഡിയോ കോൺഫറൻസിംഗ് വഴി മൊഴിയെടുത്തപ്പോൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. അപ്പോൾ ആ തെളിവുകളെല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. ഇനി അതിൽ കൂടുതൽ നടപടികളിലേക്കാണ് ഇപ്പോൾ SIT നീങ്ങുക.
കസ്റ്റഡി അപേക്ഷ തിരുവല്ല കോടതി അംഗീകരിച്ചു. കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് 3 ദിവസം, അതായത് 16-ാം തീയതി വരെ രാഹുൽ SITയുടെ കസ്റ്റഡിയിലാണ്. ഈ 3 ദിവസം വളരെ നിർണായകമാണ്. ഇനി തെളിവെടുപ്പാണ്. ഇന്ന് തന്നെ രാഹുലിനെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമോ എന്നുള്ളത് കൂടി അറിയില്ല. രാഹുലിനെ സംബന്ധിച്ച് എത്രത്തോളം വലിയ നാണക്കേടാണോ എന്ന് നോക്കൂ. തിരുവല്ല, അതായത് ആ പറയുന്ന ഭാഗമൊക്കെ രാഹുലിന് അത്രമേൽ പരിചിതമായ സ്ഥലമാണ്. രാഹുലിന്റെ സ്വന്തം നാടാണ്. അവിടേക്കാണ് പീഡന പരാതിയിൽ ഒരു MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുപോവുക. കേരള രാഷ്ട്രീയത്തിൽ ഇത്രത്തോളം അധപ്പതിച്ച ഒരു യുവ നേതാവുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിന് മറുപടി. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കോടതി നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. രാഹുലിനെ പുറത്തേക്കിറക്കും. വലിയ പോലീസ് വിന്യാസം തിരുവല്ല കോടതിയിൽ ഒരുക്കിയിട്ടുണ്ട്. കൊണ്ടുവരുമ്പോൾ വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായ പശ്ചാത്തലത്തിൽ മാവേലി മറ്റ് സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസുകാരെ പോലും ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട്. ജാമ്യാപേക്ഷ ഇനി 3 ദിവസം കഴിഞ്ഞ് 16-ാം തീയതി ആയിരിക്കും പരിഗണിക്കുക. CK അബിലാൽ, അവിടെ നിന്ന് പുറത്തേക്ക് ഇറക്കിയോ രാഹുലിനെ? ഇനിയും രേഖകൾ സബ്മിറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചെറിയ നടപടി മാത്രമാണ് ബാക്കിയുള്ളത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയം 15 മിനിറ്റിനുള്ളിൽ പ്രതിയുമായി അന്വേഷണ സംഘം പുറത്തേക്ക് എത്തിച്ചേരും. അതിനുശേഷം വലിയ പ്രതിഷേധമായിരിക്കും നമുക്കിനി കാണാൻ സാധിക്കുന്നത്. കാരണം രാവിലെ പ്രതിഷേധവുമായി എത്തിയ ആളുകൾ, അതിൽ കൂടുതൽ ആളുകളെ കൂടി സംഘടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധം കനപ്പെടുത്താൻ വേണ്ടിയുള്ള ആസൂത്രണത്തിൽ തന്നെയാണ്. പോലീസ് വാഹനങ്ങൾ യാത്രയ്ക്ക് ഭാഗമായി തന്നെ നിരനിരയായി ഇട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ യാത്ര അത്രത്തോളം സുഗമമാകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രമീകരണവും ആസൂത്രണവും പ്രതിഷേധക്കാരുടെ ഭാഗത്തുനിന്നുണ്ട്. DYFI, CPM, SFI പ്രവർത്തകർ ഒരു കോണിലും BJP, യുവമോർച്ച, ABVP പ്രവർത്തകർ മറ്റൊരു കോണിലുമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത്. ശക്തമായ പ്രതിഷേധം ഒരിക്കൽ കൂടി അറിയിക്കാൻ വേണ്ടിയുള്ള അവരുടെ ഒരു അവസരം അവർ വിനിയോഗിക്കുകയാണ്. നാം മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എതിർകക്ഷികൾക്ക്, അതായത് ഭരണ കക്ഷിക്കും അതോടൊപ്പം തന്നെ UDF-നും ഒക്കെ തന്നെ വലിയ വെല്ലുവിളിയായി മാറുന്നു. ക്ഷമിക്കണം, ഭരണകക്ഷിക്കും അതോടൊപ്പം തന്നെ NDAയ്ക്കും അടക്കമൊക്കെ തന്നെ വലിയ ഒരു ആയുധമാണ് വീണ് കിട്ടിയിരിക്കുന്നത്. കാരണം പ്രതിപക്ഷത്താണെങ്കിലും ഒരു MLA തുടർച്ചയായ പീഡന ആരോപണങ്ങളുമായി രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളിൽ പ്രതിയാകുന്നു. 2 കേസുകളിൽ നിയമപരമായ പരിരക്ഷ അദ്ദേഹത്തിന് ലഭ്യമാകുന്നുവെങ്കിൽ 3ാമത്തെ കേസിൽ അദ്ദേഹത്തെ യാതൊരു തരത്തിലുള്ള പരിധികളിലൂടെയും പുറത്തേക്ക് പോകാതിരിക്കാനുള്ള തികഞ്ഞ ജാഗ്രതയോടെയും കരുതലോടെയുള്ള നീക്കങ്ങളിലൂടെ അദ്ദേഹത്തെ കസ്റ്റഡി എടുക്കുന്നു, പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുന്നു, റിമാൻഡിലേക്ക് പോകുന്നു. ഇപ്പോൾ വീണ്ടും കോടതിയിൽ ഹാജരാക്കി 3 ദിവസത്തെ കസ്റ്റഡിയിൽ ആണ്. അഭിലാലാണ് തിരുവല്ല കോടതിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രേഖകളൊക്കെ കൈമാറുക, ആ അവസാന ഘട്ട പേപ്പർ വർക്ക്സ് ആണ് ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 15 മിനിറ്റിനുള്ളിൽ തന്നെ രാഹുലിനെ പുറത്തേക്ക് ഇറക്കും. രാഹുലിനെ ഇവിടെ നിന്ന് എങ്ങോട്ടേക്കായിരിക്കും കൊണ്ടുപോവുക SIT എന്നുള്ളത് കൂടി വളരെ നിർണായകമാണ്. അത് നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്ന് തന്നെ ഇപ്പോൾ തന്നെ തെളിവെടുപ്പിന് കൊണ്ടുപോകുമോ അതോ AR ക്യാമ്പിലേക്കായിരിക്കുമോ കൊണ്ടുപോവുക, പത്തനംതിട്ടയിലെ AR ക്യാമ്പിലേക്കായിരിക്കുമോ കൊണ്ടുപോവുക, ഇതെല്ലാം അറിയേണ്ടതുണ്ട്. അബിലാൽ, ഏതിനാണ് സാധ്യത? നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് പത്തനംതിട്ട AR ക്യാമ്പിലേക്ക് പ്രതിയുമായി പോകുന്നു എന്നുള്ളതാണ്. തുടർന്ന് അവിടെ ചോദ്യം ചെയ്യൽ ഉണ്ടാകും. നാളെയായിരിക്കും പ്രധാന തെളിവെടുപ്പ് എന്നുള്ളതാണ്. 15-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ തിരികെ കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ നമുക്ക് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് നാളെയായിരിക്കും പ്രധാനപ്പെട്ട തെളിവെടുപ്പ് ഉണ്ടാവുക. സംഭവം നടന്നതായി പറയപ്പെടുന്ന 2024 ഏപ്രിൽ മാസം 8-ാം തീയതി തിരുവല്ലയിലെ ഒരു ഹോട്ടലിൽ ഇരുവരും പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പരാതിക്കാരി മൊഴിയായി നൽകിയിട്ടുള്ളതും പരാതിയിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുള്ളത്. ആ സ്ഥലത്ത് ഈ പ്രത്യേക ദിവസം റൂം എടുത്തത് ആരുടെ പേരിലാണ് എന്ന അടക്കമുള്ള വിവരങ്ങൾ അറസ്റ്റിന് മുൻപ് തന്നെ അന്വേഷണ സംഘങ്ങൾ മനസ്സിലാക്കിയിരുന്നു. പരാതിക്കാരിയുടെ പേരിൽ തന്നെയാണ് മുറി എടുത്തിട്ടുള്ളത്. അത് രാഹുൽ ബോധപൂർവ്വം അവരെ കൊണ്ട് മുറി ബുക്ക് ചെയ്യിപ്പിച്ചതാണ് എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അവർ മൊഴിയിൽ പരാമർശിക്കുകയും ചെയ്തിട്ടുണ്ട്. ചുരുക്കത്തിൽ പരാതിയിൽ പറയപ്പെടുന്ന ദിവസം ഈ ഹോട്ടലിൽ അവർ ഇരുവരും ഒന്നിച്ചുണ്ടായിരുന്നു എന്നത് ഏറെക്കുറെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. പ്രതിയുമായി സംഭവ സ്ഥലത്ത് എത്തി അതിന് അനുബന്ധ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളത് ഈ അന്വേഷണത്തിൽ പ്രധാനപ്പെട്ടതാണ്. പ്രതിയുമായി സ്ഥലത്ത് എത്തിയുള്ള തെളിവെടുപ്പ്, ആ സമയത്ത് അദ്ദേഹം പ്രതികരിക്കുന്ന അല്ലെങ്കിൽ സംഭവവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം എത്രത്തോളം ഇതിന് അനുകൂലമാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളിൽ ഒന്ന്. ആദ്യഘട്ടത്തിൽ തന്നെ കേസുകളോട് അനുകൂലമായ അല്ലെങ്കിൽ അന്വേഷണത്തോട് അല്പസമയത്തിനകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്തേക്ക് ഇറക്കും. അവിടെ നിന്ന് എങ്ങോട്ടേക്കാണ്, AR ക്യാമ്പിലേക്കാണ് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. 3 ദിവസം SIT കസ്റ്റഡിയിലാണ് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡന പരാതിയിൽ.